ഇന്ന് യൂണിവേഴ്സിറ്റി വരെ പോകാനുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് രാവിലത്തെ ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു. കാര്യം ഈ ട്രെയിൻ കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു 10:30 ആകുമ്പോഴത്തേനും തിരുവനന്തപുരത്തേക്ക് എത്താൻ പറ്റും. എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് അത്യാവശ്യം ദൂരം ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ട്രെയിനൊക്കെ കയറിയിട്ട് കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ഇതും കൂടെ കൂട്ടി ഞാൻ 8ാമത്തെ വട്ടം എന്താണ് യൂണിവേഴ്സിറ്റി പോകുന്നത്. ഇത്രയും വട്ടം ഞാൻ എനിക്ക് വേണ്ടി പോയെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. യൂണിവേഴ്സിറ്റി പോയാൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താ അറിയോ? സമയം പോകുന്നത് അറിയത്തേയില്ല. രാവിലെ കയറി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടായിരിക്കും ഇറങ്ങുക. നമുക്ക് ചെറിയൊരു കാര്യമാണ് ചെയ്യാറുണ്ടെങ്കിൽ പോലും നമ്മൾ ഇട്ട് ഓടിച്ച് വൈകിട്ട് വരെയെങ്കിലും അവർ എത്തിക്കും അതെങ്ങനെയെങ്കിലും. ഇത്രയും വട്ടം ഞാൻ പോയിട്ടുണ്ട്. ഒരിക്കൽ പോലും ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി പോകുമ്പോൾ നമുക്ക് ആരെങ്കിലും കൂടെ കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാര്യം നമ്മൾ ഓടുമ്പോൾ കൂടെ ഓടാൻ ആരെങ്കിലും ഉണ്ടാവുമല്ലോ. എൻ്റെ കൂടെ മിക്കപ്പോഴും ഒരു ഫ്രണ്ടായിരുന്നു ബിലിയാടാവാൻ ഉണ്ടാവുക. ഇന്ന് പിന്നെ ഞാൻ വേറൊരാളുടെ കാര്യത്തിന് പോയതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടും കൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് ഇറങ്ങാമോ എന്നുള്ള പ്രതീക്ഷയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. കാര്യം എവിടുന്നോ എന്തോ ഒരു കോംപ്ലിക്കേഷൻ പറഞ്ഞുകൊണ്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പുറകെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഒടുക്കത്തെ വെയിലായിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അതെല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പണ്ടാരം അടങ്ങിയിട്ട് ഒരു ബിരിയാണി കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. സംസമിലായിരുന്നു ബിരിയാണി കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നത്. അത്രയും കിടന്ന് ഓടിയതല്ലേ, അപ്പോൾ വിശപ്പ് എന്തായാലും കാണുമല്ലോ. അതെല്ലാം കഴിഞ്ഞിട്ട് അത് കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ, ഒരു ഒന്നൊന്നര സുഖമായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം ട്രെയിനിന് വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രെയിൻ കിട്ടി. ഇവിടെ വന്നപ്പോഴത്തേനും ഏകദേശം നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും നേരം അതിനകത്ത് ഇരിക്കാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരീരം ഫുള്ള് നോവാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനും എന്തൊരു ആശ്വാസമായിരുന്നു. ഇന്നത്തെ ഫുൾ ഓട്ടത്തിൻ്റെ പര്യവസാനമായിട്ടുണ്ടായിരുന്നു. ട്രെയിൻ ഇറങ്ങി അടുത്ത മെട്രോ കയറി നേരെ റൂമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.